കുറേ കാലത്തിന് ശേഷം ഞാനും തുമ്പിയും അച്ചും ഇന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. മൂന്ന് വൈക്ക് ചടച്ചിരിക്കുന്ന സമയത്താണ് തുമ്പി വന്നിട്ട് എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചേ. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും പോവും, അതാണല്ലോ നമ്മളൊരു രീതി. 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 5:30-5:45 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. അതും ഞാളൊരു രീതിയാണല്ലോ. രണ്ടാളെ വണ്ടി വേറെ വൈക്കായതുകൊണ്ട് ഞാൻ നോട്ടം വിളിച്ചാണ് പോകുന്നത്. അച്ചുവിന്റെ മോൻ കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും, എന്നെ കൊന്നോണ്ടിരിക്കുകയാണ് ഗൈസോള്. അങ്ങനെ വണ്ടി കത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ സ്വന്തം റീനേച്ചി വന്നത്. അങ്ങനെ റീനേച്ചിനെ കൊണ്ടൊരു ഹായ് ഒക്കെ പറയിപ്പിച്ച് അങ്ങനെ അപ്പോഴേക്ക് വണ്ടി വന്നു ഗൈസ്. അങ്ങനെ നേരെ വണ്ടിയിലേക്ക് ചാടി കയറി അവിടെ എത്തേണ്ട തിരക്ക് മാത്രം. എനിക്കുള്ളത് ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ. വലിയൊരു വയലിന്റെ ഇടയിലൂടെ ഒരു കനാല്, അതുപോലെ തന്നെ വയലിന്റെ നടുവിലൂടെ ഒരു റോഡിലാണെങ്കിൽ ഐസ്ക്രീം, ചായക്കട, പാനിപൂരി കട, ഇങ്ങനെ പല കടകളും ഉണ്ട്. ഇനി കനാലിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, പക്ഷേ ശ്രദ്ധിക്കുക, വെള്ളമാണ്, നമ്മൾ വിചാരിച്ച പോലെ നിൽക്കൂല. കഴിഞ്ഞ വർഷം ഞാളെല്ലാവരും ഇവിടെ തന്നെയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ ഒരു മെയിൻ സ്പോട്ടായി മാറിയൊരു സ്ഥലമായിരുന്നു. ഇപ്പൊ കുറെ ആയി വന്നത് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ ഗൈസ്. ഞങ്ങളുള്ളത് കാരയത്താഴെയാണ്, കാരയിൽ നടാന്നൊക്കെ പറയും. അവിടുന്ന് ഒരു പ്ലേറ്റ് പാനിപൂരി ഒക്കെ വാങ്ങി തിന്ന് കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് നേരെ വീട്ടിലോട്ട്.